കർമാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. സർ, ഇത് ഡയറക്റ്റ് എങ്ങനെയാണ് നമ്മളത് ബാധിക്കാൻ പോകുന്നത്? ഏത് രീതിയിലായിരിക്കും ഇതിന്റെ തുടക്കം കാണിക്കുക? ഇപ്പോ തുടക്കം കണ്ടു കഴിഞ്ഞു. തുടക്കം കാണിക്കുന്നത് സർക്കാരിന്റെ പെൻഷൻ മുടങ്ങും, ശമ്പളം മുടങ്ങും. ഇത് മുടങ്ങിയല്ലോ. KSRTCയിൽ ശമ്പളം മുടങ്ങി, ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. അപ്പൊ പെൻഷനും ശമ്പളവും മുടങ്ങുന്നതോട് കൂടി തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ഗവൺമെന്റ് ഖജനാവ് ശൂന്യമായിരിക്കുന്നു. പിന്നെ ഖജനാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിലോ ഖജനാവിലേക്ക് കടം മേടിക്കല്ലാതെ മാർഗമില്ല. അതുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുമ്പോഴും KSRTC അടക്കമുള്ള ആൾക്കാരുടെ ശമ്പളം മുടങ്ങുമ്പോഴും നമ്മൾ ഈ സൂചന മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്താണ് സൂചന? ഇപ്പോ KSRTCയിലെ ശമ്പളം മുടങ്ങിയപ്പോ KSEBക്കാരൻ ചിരിക്കുക. അത് KSRTCയുടെ അല്ലേ പ്രശ്നമല്ല, ഞങ്ങളെ ബാധിക്കുകയല്ലോ എന്ന്. ഒരിക്കലും അല്ല. ഒരു വള്ളത്തിനകത്ത് കയറി യാത്ര ചെയ്യുന്നവരാണ് മലയാളികളെങ്കിൽ എവിടെ ആരിയ്ക്കുന്നു ആ ഭാഗത്ത് ഒരു തുള വീണാൽ, ഇപ്പൊ KSRTCക്കാരൻ ഇരിക്കുന്നതിന്റെ കാലിന്റെ കീഴെ തുള വീണു എന്ന് കരുതിയാൽ മതി. അതിലേ കൂടി കയറുന്ന വെള്ളം ഈ വള്ളം മൊത്തമായിട്ട് മുക്കിക്കളയും. ഇത് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ പാവപ്പെട്ടവന്റെ മരുന്ന് മേടിക്കാനുള്ള 1600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല. 6 മാസം 8 മാസം കൂടുമ്പോഴാണ് ഒരു ഗഡു കിട്ടുന്നതെങ്കിൽ വള്ളം മുങ്ങാൻ പോകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. സാറേ, മറ്റൊന്നാണ് ഇപ്പോ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ, അതല്ലെങ്കിൽ ഇത്ര മാസം ഞങ്ങൾ തന്നു എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുപ്പിനൊക്കെ പ്രചാരണം കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ എത്തിക്കുകയും ഈ ക്ഷേമ പെൻഷൻ ഒരുപാട് ഇരകൾ സൃഷ്ടിക്കലുമാണ്. എങ്ങനെയാണ് ആ നാടിന്റെ ഒരു സമ്പൽ സമൃദ്ധി എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ് അതിനെ കാണിക്കേണ്ടത്? ശരിക്കും ഇത് ഇല്ലാതാക്കല്ലേ വേണ്ട? ശരിക്കും വൈദ്യു പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ ഒരാള് ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാൾ എന്ന് നമ്മൾ ആരെയും പറയാറില്ല. അപ്പൊ ഒരാള് ഒരു ദിവസം 20 മരുന്ന് കഴിക്കുന്നു, 30 മരുന്ന് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് അയാളുടെ ഒരു കഴിവിനെ അല്ല കാണിക്കുന്നത്, അയാളുടെ ആരോഗ്യം തകരാറിലായി എന്നുള്ളതിന്റെ തെളിവാണ്. വളരെ വലിയൊരു പോയിന്റാണ് ഇപ്പൊ ബൈജു മുന്നോട്ട് വെച്ചത്. ക്ഷേമ പെൻഷൻ കൂടുതൽ പേർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ പേര് സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. അവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങണമെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടിയേ പറ്റൂ എന്നുള്ളതിന്റെ തെളിവാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതൊരിക്കലും അഭിമാനകരമല്ല, അപകടകരമാണ്, നാണക്കേടാണ്. ശരിക്കും പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ വമ്പൻ പരാജയമാണ് ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്. മറ്റൊന്ന് നമുക്കറിയാം സർ, ഒരു നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് യുവതലമുറ തന്നെയാണ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള വലിയ തലമുറകൾ തന്നെയാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ യുവാക്കൾ പൂർണ്ണമായിട്ടും കേരളം വിട്ട് ഓടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതിനെ കൂട്ടി ചേർത്തിണക്കി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സർ? ഇപ്പോ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം എടുക്കും. ഇപ്പോ ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായം വരെ മാത്രമേ അവർക്ക് പ്രൊഡക്ടിവിറ്റി ഉള്ളൂ എന്ന് പറയുന്നത് പോലെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതിനൊരു പ്രായമുണ്ട്. ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരുമാനമില്ല, ചെലവുണ്ട് താനും. എന്നാൽ ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? അത് നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റും. ഒരു 25 വയസ്സ് മുതൽ 50-60 വയസ്സ് വരെയാണ്. 50 വയസ്സ് 55 വയസ്സൊന്നും കൂട്ടിയാൽ മതി. ഈ പ്രായത്തിലുള്ളവർ ഈ സംസ്ഥാനത്ത് ഇല്ലാതെയാകാൻ ആ പ്രായത്തിലുള്ളവരാണ് സമ്പത്ത് ഉണ്ടാക്കേണ്ടതും സമ്പത്ത് കൊണ്ടുവരേണ്ടതും. അപ്പൊ 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവര് കേരളം വിട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരോടൊപ്പം കോടാനുകോടി രൂപ കൂടി പോവുകയാണ്. അത് 2 തരത്തിലാണ് പോകുന്നത്. ഒന്ന്, ഒരു 25 വയസ്സ് വരെ ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ
സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ട്. ഇത് രൂപയായിട്ടല്ല കൊടുക്കുന്നത്, സ്കൂളായിട്ടും കോളേജായിട്ടും ട്യൂഷനായിട്ടും പരീക്ഷയായിട്ടും അസൈൻമെന്റ് ആയിട്ടും പ്രോജക്റ്റ് ആയിട്ടും അങ്ങനെ പല പരിപാടികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി തന്നെ കോടിക്കണക്കിന് രൂപ സംസ്ഥാനം ചെലവാക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടി പ്രൊഡക്ഷനിലേക്ക് എത്തുന്ന സമയത്ത് കേരളം വിട്ടുപോയാൽ ഈ മുടക്കിയ മുഴുവൻ പൈസ പോയി എന്ന് മാത്രമല്ല, ആ കുട്ടി പണിയെടുത്തുണ്ടാക്കേണ്ട കോടികൾ എന്ന് പറയുന്ന രണ്ട് തരത്തിലാണ്. ഒന്ന്, കുട്ടിക്ക് കിട്ടുന്ന ശമ്പളവും ആനുകൂല്യവും, കുട്ടിയുടെ പ്രവർത്തനം കൊണ്ട് രാജ്യത്തിന് കിട്ടുന്ന സമ്പത്ത്, അത് വേറെ. അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ആ കുട്ടി ഉണ്ടാക്കേണ്ടത്. അത് മുഴുവൻ വിദേശത്ത് പോയി വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് അത്രയും കൂടെ നഷ്ടമാണ്. ഒന്ന്, ഈ കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കോടികൾ മുടക്കി. രണ്ട്, ഈ കുട്ടി റീപ്രൊഡക്റ്റീവായിട്ട് ആ പണം ഗവൺമെന്റിന് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് വിദേശത്ത് പോയി ആ ഗവൺമെന്റിനും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി പണിയെടുക്കുന്നു. അതിന്റെ കാരണം ഇത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ എത്ര കോടി രൂപയുടെ നഷ്ടമാണ്. ഇനി മറ്റൊരു വിഷയം, ഇങ്ങനെ വിദേശത്ത് പോകുന്നവര് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ അവിടുത്തെ നിയമം അനുസരിച്ച് വീട് വെക്കാനും സ്ഥലം വാങ്ങാനും ഒന്നും നിയമമില്ല. അതുകൊണ്ട് അവിടെ അവർക്ക് സമ്പാദിക്കാൻ അധികാരമില്ല. അവർ കേരളത്തിലേക്ക് പണം അയക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മണി ഓർഡർ എക്കണോമി എന്നറിയപ്പെട്ടത്. കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ 60%, 70% ഇപ്രകാരം പുറത്തുപോയി പണിയെടുക്കുന്നവരുടെ മണി ഓർഡറുകളെ ആശ്രയിക്കുന്ന കാലം, ആ ഒരു അവസ്ഥയ്ക്കാണ് മണി ഓർഡർ എക്കണോമി എന്ന് പറയാം. പക്ഷെ ഇപ്പൊ പോകുന്ന യൂറോപ്പിലേക്ക്, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് അവിടുത്തെ നിയമം അനുസരിച്ച് അവിടെ സ്ഥലം മേടിക്കാം, അവിടെ വീട് വെക്കാം, അവിടെ ബിസിനസ് തുടങ്ങാം, അവിടെ വ്യവസായം ചെയ്യാം, ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ അവിടെ താമസിക്കാം. ഇതിനൊക്കെയുള്ള പണം ഇവരുണ്ടാക്കി അവിടുത്തെ ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരുന്നില്ല. പിന്നെ തിരിച്ചു വന്നാൽ ഇവിടെ സൗകര്യങ്ങളില്ല, അവരുടെ മക്കൾക്ക് ഇവിടെ യോജിക്കാൻ പറ്റില്ല, അവരുടെ പ്രായമുള്ളവർക്കും പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കിവിടെ പിന്നെ ബാക്കിയുള്ളത് ആരാ? ബാക്കിയുള്ളത് ഒരു 10ാം ക്ലാസ്സിന് താഴെ നമ്മൾ അങ്ങോട്ട് പണം കൊടുത്ത് പോറ്റി വളർത്തേണ്ട ചെറിയ കുട്ടികൾ. പിന്നെയുള്ളതോ 60 വയസ്സിന് മുകളിൽ സീനിയർ സിറ്റിസൺസ് എന്ന് പറഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ, എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ കണ്ടം ചെയ്ത എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പറയുന്ന മോശമാണ്, എങ്കിലും സത്യം എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞത്. അതായത് പ്രൊഡക്ടിവിറ്റി കംപ്ലീറ്റ് പോയി, ഒന്നും ചെയ്യാനില്ല, മരുന്നും എണ്ണയും കുഴമ്പും ഇൻഷുറൻസും ഒക്കെ ആയിട്ട് മരണം കാത്തു കഴിയുന്ന ഒരു വിഭാഗവും പ്രൊഡക്ഷനിലേക്ക് വരേണ്ട മറ്റൊരു വിഭാഗവും, അതായത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത, വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്ത കുട്ടികളും വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്ത വൃദ്ധരുടെയും മാത്രം നാടായിട്ട് കേരളം മാറുകയും. അങ്ങനെ വരുമ്പോ സാമ്പത്തികമായിട്ട് നമ്മൾ വറ്റിപ്പോവും. കാരണം സാമ്പത്തികം ഉണ്ടാക്കുന്നവർ മുഴുവൻ വിദേശത്ത് പോയി, അവരുടെ പണം മുഴുവൻ വിദേശത്തായി, അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ ഇൻകം കിട്ടുന്നത് വിദേശത്താണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനത കേരളത്തിന് ബാധ്യതയായി കഴിഞ്ഞു. മറ്റന്നാൾ സാർ, നമ്മൾക്കറിയാം, നമ്മൾ എപ്പോഴും എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ കാണുന്നതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ഇറ്റലി എന്നൊക്കെ പറഞ്ഞ് വിദേശ രാജ്യങ്ങളുടെ പേര് മാത്രം കണ്ടിരുന്ന നാട്ടിൽ നരേന്ദ്രമോദിജി 2014 വന്നതിന് ശേഷം ഏകദേശം 6.5 പതിറ്റാണ്ട് രാജ്യം ഭരിച്ച കോൺഗ്രസിനെ അന്താളിപ്പ്, അതല്ലെങ്കിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിനെ അടപടലം ഈ നാട്ടിൽ നിന്ന് ഓടിക്കുന്ന രീതിയിലേക്ക് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രൊജക്ട് കൊണ്ടുവരുന്നു. അത്തരത്തിൽ ഭാരതത്തിലേക്ക് നിക്ഷേപകരെ ക്ഷണിക്കുന്നു, ഭാരതത്തിൽ നിന്നുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനം മറ്റെല്ലാതും നടത്തുന്നു. പക്ഷേ കേരളത്തിൽ ഒരാൾ പോലും നിക്ഷേപിക്കാനില്ലാത്തൊരു അവസ്ഥയൊക്കെ കാണുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സഖാക്കന്മാരുടെ ഈ വിയർപ്പിന്റെ അസുഖമാണ് എന്നുള്ളത് അറിയാം. എങ്ങനെയാണ് സർ ഒരു നാട് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആ പ്രൊജക്ടിനെ തിരസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് ആ നാടിന് ഗുണമാണ് വരിക? അതോ ഭാരതത്തിന് ഒന്നടങ്കം ഗുണമാണോ മോശമാണോ? നമ്മൾക്കറിയാം 20ാം സ്ഥാനത്ത് നിന്ന് ഏകദേശം 4ാം സ്ഥാനത്തേക്കൊക്കെ നമ്മൾ ഇത് എത്തി നിൽക്കുന്നു. ഇനി ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളത് മാധ്യമങ്ങൾ മറച്ചു പിടിച്ചാലും അത് അറിയേണ്ടവർ അറിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ കൂടെ കൂർത്തിണക്കിക്കൊണ്ട് എങ്ങനെയാ സർ പറയുക? ഇപ്പോ നമ്മള് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ലോക കാർ കമ്പോളത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഓരോ വർഷവും കുതിച്ചുയരുകയാണ്. ഒരു 10-15 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് ലോക കാർ കമ്പോളത്തിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. നമ്മള് ഇവിടെ അത്യാവശ്യം കാർ ഉണ്ടാക്കുന്നു, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നു, ടെക്നോളജി ഇറക്കുമതി ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്സ് ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ അവസ്ഥ. പക്ഷെ ഇന്ന് ലോക കാർ ഉൽപാദനത്തിൽ 2ാമത്തെയോ 3ാമത്തെയോ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അടുത്ത 5 വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ കാർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി നമ്പർ 1 എന്ന നിലയിലേക്ക് ഈ രാജ്യം വരും. അത്ര വേഗത്തിലാണ് വളരുന്നത്. നമ്മൾ നോക്കൂ, നമ്മളിപ്പോൾ ഈ തമിഴ്നാട്ടില്, കർണാടകത്തില് ഒക്കെ ഉണ്ടാക്കുന്ന മാരുതി അല്ലെങ്കിൽ ടൊയോട്ട, ഹോണ്ട, ഇങ്ങനെ ലോകത്തെ മുഴുവൻ ബ്രാൻഡും എന്ന് പറയാം,
ഏറ്റവും ജനപ്രിയമായിട്ടുള്ള മുഴുവൻ ബ്രാൻഡും ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴും പ്രൊഡക്ഷൻ അനുമതി കിട്ടാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാർ ബ്രാൻഡ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. അപ്പോ ഇലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യയിൽ ആരംഭിക്കാൻ ഇലോൺ മസ്ക് ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സർക്കാരിന് എതിർപ്പുണ്ടായിട്ടല്ല. ഇലോൺ മസ്ക് പറയുന്നത് ഞങ്ങള് പാർട്സ് കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെച്ച് കൂട്ടി യോജിപ്പിച്ച് ഇന്ത്യയിൽ വിറ്റോളാം. നരേന്ദ്രമോദി പറഞ്ഞു അത് വേണ്ട, നിങ്ങൾ ഇവിടെ പാർട്സ് ഉണ്ടാക്കി ഇവിടെ കൂട്ടി യോജിപ്പിച്ച് വിറ്റാൽ മതി. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് പണി കിട്ടണം, അവർക്ക് പണം കിട്ടണം. മറ്റേത് നിങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കി, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ എലോൺ മസ്കിന്റെ ടെസ്ല ചൈനയിൽ ഉണ്ടാക്കുന്നില്ല, ജർമ്മനിയിൽ ഉണ്ടാക്കുന്നില്ല, ഫ്രാൻസിലോ ബ്രിട്ടനിലോ യൂറോപ്പിൽ ഉണ്ടാക്കുന്നില്ല, അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോ അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കി അദ്ദേഹം അത് ലാഭകരമാക്കി ലോകം മുഴുവൻ വിറ്റഴിക്കാൻ കാരണം എന്താ? അതിനൊരു കാരണമുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ടെസ്ലയാണ്. ടെസ്ല എന്ന് പറഞ്ഞാൽ കാറ് മാത്രമല്ല, ധാരാളം കമ്പനികളുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ, ട്രംപ് വിജയിച്ചു. ട്രംപ് വിജയിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ട് അദ്ദേഹം കെട്ടിപ്പിടിച്ചതും മീഡിയയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചതും ഇലോൺ മസ്കിനെയാണ്, അദ്ദേഹത്തിന്റെ കമ്പനികളെയാണ്. നമ്മൾ അറിയേണ്ട വിഷയം. അപ്പോ നിരവധി കമ്പനികൾ, കാരണം ഇലോൺ മസ്ക് അമേരിക്ക വിട്ടാൽ, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അമേരിക്ക വിട്ടാൽ അമേരിക്ക തകരും. ഇപ്പോൾ തന്നെ അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അദ്ദേഹം കൈവിടില്ല. എന്നാൽ ഇന്ത്യ പറയുന്നു ഇലോൺ മസ്കിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ കച്ചവടത്തിന് വന്നാൽ മതി. അത് വളരെ ബുദ്ധിപരമായ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ നോക്കൂ, ലോക കാർ കമ്പോളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കാർ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് നമ്മൾ മാറുന്നു. അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. ഇനിയിപ്പോൾ ഇന്ത്യ നമ്പർ 1 വരാൻ പോകുന്നത് സെമി കണ്ടക്ടറുകൾ, കമ്പ്യൂട്ടർ ചിപ്പുകൾ. ലോകം ചലിക്കണമെങ്കിൽ ഈ ചിപ്പുകൾ വേണം. അതിന്റെ ഏറ്റവും വലിയ ഉത്പാദകരായിട്ട് ഇന്ത്യ മാറുന്നു. ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നേരത്തെ ബൈജു പറഞ്ഞതുപോലെ, 1ാം സ്ഥാനത്തേക്ക് വരാൻ ഇനി 1-2 കൊല്ലം കൂടി മതി. അതായത് ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ വൻശക്തി രാജ്യമായിട്ട് മാറും. ഇത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കണ്ടില്ല എന്ന് നടിച്ചാൽ പോലും അതങ്ങനെ അങ്ങ് ആവും.